ഹായ് ഓൾ ഏഡസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ എക്സാമിനേഷന്റെ കലണ്ടർ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം എക്സാമുകളുടെ കൺഫർമേഷൻ കൊടുക്കേണ്ടുന്ന ഡേറ്റ് ഈ മാസം 11-ാം തീയതിയാണ് പല എക്സാമുകൾക്കും കഴിയുന്നത്. ഒരു എക്സാമിന്റെ അല്ല, നിരവധി എക്സാമുകളുടെ കൺഫർമേഷൻ ഡേറ്റ് ഈ മാസം 11-ാം തീയതി കഴിയുന്നുണ്ട്. എല്ലാ തവണയും എല്ലാ എക്സാമുകളിലും കാണുന്ന ഒരു പൊതുവായ പ്രവണതയാണ് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ എക്സാമുകളിൽ നിന്ന് പുറത്താകുന്നു എന്നുള്ളത്. ഈ ഒരു വലിയ പ്രശ്നം അഡ്രസ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യത്തെ എലിമിനേഷൻ ആയിട്ട് തന്നെ വേണം നമ്മൾ കൺഫർമേഷനെ കാണാൻ. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലേക്ക് കൺഫർമേഷൻ നൽകേണ്ടുന്ന PSCയുടെ എക്സാമിനേഷൻ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ കയറി കൺഫർമേഷൻ കൊടുക്കുക. ഒന്നുകൂടി പറയാം, കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. പലരും ഒന്നിലധികം എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളവരായിരിക്കും. നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് ഉണ്ടാവും. ഇൻ കേസ് നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് എല്ലാത്തിനും കൺഫർമേഷൻ കൊടുത്തു എന്ന് റീചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. ഏതൊക്കെ എക്സാമുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് നോക്കാം. ആദ്യമായിട്ട് കാറ്റഗറി നമ്പർ 578/2024 എന്ന നമ്പറിൽ വന്ന എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഓവർസിയർ ഗ്രേഡ് 1 ആണ്. ഇത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതിലെ തന്നെ ഇലക്ട്രോണിക്സ് വിങ്ങിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ. ഇതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് 10/12/2025 ഇതിന്റെ കൺഫർമേഷൻ ഡേറ്റ് ഈ വരുന്ന 11-ാം തീയതിയാണ് അവസാനിക്കുന്നത്. ഈ ഒരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും കൺഫർമേഷൻ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ കൺഫർമേഷൻ നൽകുക. അടുത്തതായിട്ട് 466/2024 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ്. ഇത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇതിന്റെയും എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 15/12/2025 ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ടുന്ന അവസാന തീയതി എന്ന് പറഞ്ഞാൽ ഈ വരുന്ന 11-ാം തീയതിയാണ്. ഈ ഒരു എക്സാമിനേഷൻ അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കയറി കൺഫർമേഷൻ ഉറപ്പാക്കേണ്ടതാണ്. അടുത്തതായിട്ട് 233/2024 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന ഫിംഗർ പ്രിന്റ് സെർച്ചറാണ്. ഇത് കേരള പോലീസ് സർവീസിലേക്കാണ്. ഇതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 18/12/2025 ഇത് പ്രകാരം ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ടുന്ന അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന 11-ാം തീയതിയാണ്. അടുത്തത് 185/2025 എന്ന നമ്പറിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സയന്റിഫിക് ഓഫീസറാണ്. കെമിക്കൽ എക്സാമിനേഴ്സ് ലാബോറട്ടറി ആണ്. ഇത് 30/12/2025 ഇതിന്റെ എക്സാമിനേഷൻ വന്നിരിക്കുന്നത്. ഇതിനും കൺഫർമേഷൻ കൊടുക്കേണ്ടുന്ന അവസാന തീയതി 11-ാം തീയതിയാണ്. നിങ്ങളുടെ എല്ലാ പ്രൊഫൈലിലും നിങ്ങളുടെ ഫോണിലും മെസ്സേജ് വന്ന് കാണുമെന്ന് കരുതുന്നു. ഇനി വന്നിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ കയറി നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി OTP വഴി ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്നിട്ട് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക. വളരെ പെട്ടെന്ന് സമയം പോകും. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പറയാനുള്ളത് പഠനത്തെ പറ്റിയാണ്. എക്സാമിനേഷന്റെ ഡേറ്റുകൾ വന്നു കഴിഞ്ഞു. ഇനി കൃത്യമായിട്ടുള്ള ഒരു പഠന മാതൃകയാണ് നമ്മുടെ മുമ്പിൽ വേണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പഠന മാതൃക നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സാധ്യമാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ നോട്ടിഫിക്കേഷന്റെയും കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ സമയബന്ധമായിട്ട് പഠിച്ച് തയ്യാറാകുക. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ഓവർസിയർ ഗ്രേഡ് 1 അതിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. സയന്റിഫിക് ഓഫീസറിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ അവൈലബിൾ ആണ്. ഈ കോഴ്സുകൾക്കൊക്കെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഇനിയുള്ള ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സമയബന്ധിതമായിട്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാൻ പറ്റും. ഇനിയുള്ള സമയങ്ങളിൽ എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആകാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല പല എക്സാമുകളുടെയും സിലബസ് ഇപ്പോഴാണ് പുറത്തു വന്നതെന്നുള്ളത് ഈ ഒരു എക്സാമിനേഷന്റെ ലെവൽ പ്ലേയിങ് എളുപ്പമാകുന്നു. അപ്പോൾ നിങ്ങളുടെ പഠനം ഇനിയുള്ള പഠനങ്ങളാണ് റാങ്ക് മേക്കിങ്ങിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുമായി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം. എല്ലാവർക്കും ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടാകുമെന്നറിയാം. കോഴ്സിനെ പറ്റി അറിയുന്നതിനും കൂടുതൽ വിശദാംശങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.